ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഹോസ്റ്റൽ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 26 ആണിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസമാണ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ ഇന്നലെ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ പുറത്തൊരിടത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകിപ്പോയി. പിന്നെ ഇടിയും മിന്നലും കറണ്ട് പോക്കും അങ്ങനെ ആകെ ചെടപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ ഡേയിൽ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്തിലേക്കൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇന്നത്തെ ഡേ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുക്കുക. ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തോരം ഹെയർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രത്തോളം ഹെയർ ഓയിൽ എടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം എന്നെക്കാളും നല്ലോണം മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ കുറവാണെങ്കിൽ ഇത്രത്തോളം എടുക്കേണ്ട. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം ഓയിൽ എടുക്കണം. നിങ്ങളുടെ മുടിക്ക് എന്തോരം വേണോ അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു കണക്കിന് എടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഓയിൽ എടുക്കുക, നന്നായിട്ടൊന്ന് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പാക്ക് ഇടണം, അതും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു നന്നായിട്ട് ഓയിലിംഗ് ചെയ്യുന്ന ഡേയിൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുക, നമുക്കൊരു നന്നായിട്ടൊന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ആകും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലോണം ഓയിൽ കിട്ടും. നന്നായിട്ട് ഒരു മസാജും കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും, അതുപോലെ തന്നെ നമ്മൾ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യണത് ആ ഒരു ഓയിലിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആ ഒരു മുടി വേരുകൾക്കുള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഒരു തലയ്ക്ക് കിട്ടുന്ന ആ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ പല പല കാര്യങ്ങളായിട്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പം പഠിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേയിൽ നന്നായിട്ട് ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ ഒരു ചലഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഓയിലിംഗ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ആ ഒരു ഓയിലിങ്ങിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ മുടിയുടെ ലെങ്തിലേക്ക് നിങ്ങൾ അത്യാവശ്യം നല്ലോണം ഓയിലെടുക്കുക. നന്നായിട്ട് മുടിത്തുമ്പിൽ ഫുള്ളായിട്ട് എല്ലായിടത്തും കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നൈറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് മുടിയിൽ ഓയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുടിയിൽ ജട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ തന്നെ കിടന്നുറങ്ങിയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഓയിലിംഗ് ചെയ്തിട്ട് മുടിയിലെ ജട എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം മുടിയിൽ കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുടി കുറച്ച് പോകുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആ ഒരു മുടിയിൽ കെട്ടൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഒരു ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് മുടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ജടയൊക്കെ കളഞ്ഞ് നീറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുടി കൊഴിച്ചിൽ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലിംഗ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഹെയർ പാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഷിക്കാക്കായ്, സോപ്നെട്ട്, അംല പൗഡർ ഇവ മൂന്നും കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കി ഒരു ഹെയർ പാക്കിൻ്റെ തിക്നെസ്സിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമുക്ക് ഹെയർ പാക്ക് പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളൊന്ന് നന്നായിട്ടത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പം ഷാമ്പൂവിൻ്റെ എഫക്റ്റാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്കിന് കിട്ടുക. അപ്പോൾ ഹെയർ പാക്ക് പ്ലസ് ഷാമ്പൂ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിലും ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മുടിയുടെ ലെങ്തിലേക്കും ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുടിയുടെ തുമ്പിലേക്ക് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്നൊരു ഓയിലിംഗ് ഒന്നും കൂടി കൊടുക്കാം കേട്ടോ മുടിയുടെ ആ തുമ്പിലേക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്നും കൂടി ഒന്നൊരു മസാജ് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിൽ മൊത്തത്തിൽ.
അപ്പോൾ നമ്മുടെ ആ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുൻപുള്ള ആദ്യത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ഡേയിൽ നിങ്ങൾ ഇന്ന് നൈറ്റ് ഓയിൽ ചെയ്യുകയാണെങ്കിൽ നാളത്തെ ഡേയിൽ മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിൽ വെച്ചിട്ട് വെറുതെ ഹെയർ വാഷ് ചെയ്യുക. ഇനി ഇന്ന് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, നാളെ നിങ്ങൾ കുളിക്കണതിൻ്റെ ഒരു മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിലിട്ട് കൊടുക്കുക. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലും കൂടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം എനിക്ക് വന്നിട്ടുള്ള ആ ഒരു പുതിയ മുടികളൊക്കെ കഴിഞ്ഞ ആ ഒരു ചലഞ്ചിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുടികൾ ഒന്നും കൂടി ഞാനിപ്പം കണ്ടപ്പോൾ ഒന്നും കൂടി ഒന്ന് കാണിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.